മഞ്ഞുമൽ ബോയ്സ് കലക്കാൻ പടമാണ്. ഓരോ മിനിറ്റും എൻഗേജിങ് ആണ്. നല്ല പടമാണ്. എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സർവൈവൽ മൂവീസ് എന്ന് പറയാനായിട്ട് അങ്ങനെ കൂടുതൽ വന്നിട്ടില്ല. ഇപ്പൊ സർവൈവൽ സിനിമയിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന സിനിമയാണ് ഇത് മഞ്ഞുമൽ ബോയ്സ്. ഇതാണെന്നുണ്ടെങ്കിൽ ഓരോ എലമെന്റ്സും അടിപൊളിയാണ്. ഇങ്ങനെ ഒരു വരാത്തൊരു എലമെന്റ് ആണ് ശരിക്കും പറഞ്ഞ സർവൈവൽ മൂവീസിൽ. നല്ല സിനിമയാണ്, എല്ലാവരും പോയിട്ട് കാണണം. നല്ല സിനിമയാണ്. പടം സൂപ്പറാണ്, കിടിലാണ്. ഒരു ലാഗില്ലാണ്ട് ഫുള്ളായിട്ട് അങ്ങനെ നമുക്ക് കണ്ടിരുന്ന് പോകാൻ പറ്റിയ പടം. പറഞ്ഞ പോലെ മലയാളത്തിൽ സീൻ മാറ്റുന്നത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നമുക്ക് സീരിയൽ പറയാം, എൻഗേജ് ആയിട്ട് ഇരുന്നു. അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ത്രില്ലിംഗ് ആണ്. നമ്മൾ അതിൽ ഫീലിങ്സ് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് നമ്മ ഉൾക്കൊള്ളും. നമുക്ക് ആ ഫീലിങ്സ് ശരിക്കും മനസ്സിലാവും. നമ്മൾ പറയും കയറ് വലിക്കണം, നമ്മ അറിഞ്ഞോട് പറഞ്ഞു പോകും. അത് തന്നെ നല്ല രസമാണ്. അടിപൊളിയായിട്ട് അഭിനയ ശ്രീനാഥ് വാസി അടിപൊളിയായി, ഷൗബിന് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ പടമുള്ള അതുകൊണ്ട് നല്ല രീതിയിൽ ആ ഇമോഷൻ ശരിക്കും കിട്ടിയിട്ടുണ്ട്, കൺവേ ആയിട്ടുണ്ട്. അടിപൊളി പടം. വേറെ ഒന്നുമില്ലടാ, നല്ല പടമാണ്. കണ്ടിരിക്കാന്നല്ല, മസ്റ്റ് വാച്ചബിൾ ആണ്. നല്ല മൂവിയാണ്. പിന്നെ ഒറിജിനൽ കഥ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കഥയാണ്. കേട്ടറിവ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇതിപ്പോ വിഷ്വലി കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പടം അടിപൊളിയായിട്ടുണ്ടായി. ട്രെയിലർ കണ്ടോന്നല്ല, പടം തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. സൂപ്പർ പടം. സർവൈവൽ സംഭവമൊക്കെ കണ്ടക്കിടുങ്ങും. അത് തിയേറ്ററിൽ തന്നെ കാണണം. അത് കണ്ടക്കിടുങ്ങും. അത്യാവശ്യം നല്ല എൻഗേജിങ് ആണ്. അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് എക്സ്ട്രീംലി എൻഗേജിങ്. റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പ് എല്ലാം എടുത്തിട്ടേക്കണം. ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ദഹിക്കണമല്ലോ അങ്ങനത്തെ ഒരു പടം. അപ്പോൾ അതിനുവേണ്ടിയായിട്ട് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എല്ലാം ഇത് ചെയ്തിട്ടാണുള്ള എടുത്തിട്ടുള്ള പടം. എനിക്കൊരു പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഫിലിം. അതായത് ഒരു ഇമോഷണൽ ഒരു സർവൈവൽ ത്രില്ലറാണ്. നമുക്ക് ഇമോഷണലി നല്ലപോലെ കണക്ട് ആവും. പല ഇമോഷൻസിൽ കൂടെ പോകുന്നൊരു റോളർ കോസ്റ്ററാണ് ഈ ഫിലിം. അതായത് എല്ലാ ഇമോഷനും നല്ലപോലെ വർക്കായിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസും നല്ലതാണ്. നമുക്ക് ചില സമയത്ത് ശരിക്കും നമ്മൾ കരഞ്ഞു പോകും. അങ്ങനത്തെ സീൻസ് വരെ ഉണ്ട്. ചില ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് നല്ലപോലെ വ്യക്തമായിട്ട് നല്ലപോലെ ഇവർ കാണിക്കുന്നുണ്ട് ഈ ഫിലിം. ഇവിടെ നല്ലപോലെ ഇമോഷണലി കണക്റ്റായി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഫിലിം.